എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കരിയറില് നല്ലൊരു വളർച്ച വേണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ? അതിന് പുതിയ പുതിയ കഴിവുകൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ അതിനൊക്കെ എവിടെയാണ് സമയം? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനൊരു കിടിലൻ പരിഹാരത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രൊഫഷണൽ വളർച്ചയുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ തന്നെ എടുക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ രീതിയെക്കുറിച്ച്. അതെ, ഇതാണ് ആ പ്രതിസന്ധി. ഒരു കരിയർ ഗ്രോത്ത് ഡിലമ എന്ന് തന്നെ പറയാം. കരിയറിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചോണ്ടേയിരിക്കണം എന്നൊരു പ്രഷർ നമുക്കെല്ലാവർക്കുമുണ്ട്, ശരിയല്ലേ? ടെക്നോളജി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ജോലികൾ വരുന്നു. അപ്പോൾ പിന്നെ നമ്മളും അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് സമയം ഒട്ടുമില്ലാത്തപ്പോ എങ്ങനെ നമ്മൾ പുതിയ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കും? ഒന്നാലോചിച്ചു നോക്കൂ. ജോലിയുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, മറ്റു ഉത്തരവാദിത്തങ്ങൾ. ഇതിന്റെയൊക്കെ ഇടയിൽ പഴയ പോലെ ഒരു ക്ലാസ്സിൽ പോയിരിക്കാനോ ഒരു കോഴ്സ് ചെയ്യാനോ ഒന്നും പലപ്പോഴും പറ്റിയെന്ന് വരില്ല. ശരി, അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള ഒരു കിടിലൻ പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ നിബന്ധനകൾക്കനുസരിച്ച് പഠിക്കാനുള്ളൊരു വഴി. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും ഇണങ്ങുന്ന ഭയങ്കര ഫ്ലെക്സിബിളും പവർഫുള്ളുമായ ഒരു രീതി. അതിന്റെ പേരാണ് സെൽഫ് പേസ്ഡ് ലേണിംഗ്. അപ്പോ എന്താണിത് ഈ സെൽഫ് പേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ ഇത് നിങ്ങളെ കേന്ദ്രീകരിച്ചുള്ളൊരു പഠനരീതിയാണ്. അതായത് പഠനത്തിന്റെ കൺട്രോൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൂൾസും മെറ്റീരിയൽസും തരും. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം സ്പീഡിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പഠിക്കാം. ഏത് വിഷയം ആദ്യം പഠിക്കണം, എവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഒരു കാർ ഓടിക്കുന്നത് പോലെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലാണ്. ഇനി ഇതിന്റെ പവർ എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ താരതമ്യമൊന്ന് നോക്കൂ. ഒരു വശത്ത് സെൽഫ് പേസ്ഡ് ലേണിംഗ്, മറുവശത്ത് നമ്മൾക്ക് പരിചയമുള്ള സാധാരണ കൊഹോട്ട് മോഡൽ, അതായത് ഒരു ക്ലാസ്സിലെ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന രീതി. സെൽഫ് പേസ്ഡ് ലേണിംഗിൽ കണ്ടില്ലേ, സ്പീഡ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഷെഡ്യൂൾ നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റാം. പക്ഷെ അപ്പുറത്ത് നോക്കൂ, എല്ലാവരും ഒരേ സ്പീഡിൽ പോണം, എല്ലാവർക്കും ഒരേ സിലബസ്, കൃത്യമായ ഡെഡ്ലൈനുകൾ. ഈയൊരു വ്യത്യാസം തന്നെയാണ് സെൽഫ് പേസ്ഡ് ലേണിംഗിനെ ഒരു ഗെയിം ചേഞ്ചർ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് പേസ്ഡ് ലേണിംഗ് എന്താണെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ളതാണല്ലേ? നിങ്ങളുടെ സ്കിൽസ് കൂട്ടാനുള്ള ഒരു ടൂൾ കിറ്റ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഇവ വെറും വലിയ പേരുകളാണെന്ന് കരുതരുത്. ഇതൊക്കെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ടൂൾസാണ്. ഒന്നാമത്തേത് കോമ്പീറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതായത് നിങ്ങളൊരു കാര്യം പഠിച്ച് അതിൽ കഴിവ് തെളിയിക്കുമ്പോൾ മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. കോഴ്സിയറ, എഡെക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ ആയിരക്കണക്കിന് കോഴ്സുകളുണ്ട്. അതുകൂടാതെ ഒരുപാട് ഓൺലൈൻ ട്രെയിനിംഗ് ലൈബ്രറികളും ലഭ്യമാണ്. ചുരുക്കത്തിൽ പഠിക്കാനുള്ള വിഭവങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. അപ്പോ ഈ സ്വന്തം പേസിൽ പഠിക്കുന്നതിന്റെ ശക്തി എന്താണ്? ഇത് എന്തുകൊണ്ടാണ് ഇത്ര നന്നായി വർക്ക് ചെയ്യുന്നത്? ഇത് വെറുമൊരു സൗകര്യത്തിന്റെ കാര്യം മാത്രമല്ല. നമ്മുടെ കരിയർ ഗ്രോത്തിനിത് വളരെ എഫക്റ്റീവ് കൂടിയാണ്. നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്: സമയസമ്മർദ്ദമില്ല. ആലോചിച്ചു നോക്കൂ, ഡെഡ്ലൈനുകളില്ല, പരീക്ഷയെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് റിലാക്സ് ചെയ്ത് ഓരോ വിഷയത്തിലും നന്നായി ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുമ്പോൾ ആ അറിവ് നമ്മുടെ തലയിൽ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, പഠനത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നിങ്ങൾക്കാണ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ്. എന്ത് പഠിക്കണം, എപ്പോ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇത് നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും ഒരു ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരുമാക്കി മാറ്റും. ശരിക്കും ഇത് നമ്മളെ സ്വയം എംപവർ ചെയ്യുകയാണ്. പിന്നെ വരുന്നത് കാര്യക്ഷമതയാണ്, മാക്സിമം എഫിഷ്യൻസി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും പഠിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ സ്കിൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. എത്ര സമയമാണ് ലാഭിക്കാൻ പറ്റുന്നത്? അടുത്തത് സൗകര്യം. ഇതിലും വലിയൊരു സൗകര്യം വേറെ കിട്ടാനില്ല. എപ്പോ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ, നിങ്ങളുടെ സൗകര്യം പോലെ. ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിന് ഇതൊരു അനുഗ്രഹം തന്നെയാണ്. ഇതെത്ര പേർക്ക് വേണമെങ്കിലും ഒരേ സമയം ചെയ്യാനും സാധിക്കും. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചേർത്തുവെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഭാവിയുടെ നിയന്ത്രണം അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.
നിങ്ങളുടെ പഠനത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കരിയറിന്റെയും ജീവിതത്തിന്റെയും തന്നെ നിയന്ത്രണമാണ് ഏറ്റെടുക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: വിജയം ഒരിക്കലും അവസാനിക്കുന്നില്ല, പരാജയം മാരകവുമല്ല, മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് പ്രധാനം. ഇതു പഠനത്തിന്റെ കാര്യത്തിലും എത്ര ശരിയാണ്, അല്ലേ? പഠനമെന്നതൊരിക്കലും അവസാനിക്കാത്തൊരു യാത്രയാണ്. ചിലപ്പോൾ വേഗത്തിൽ മുന്നോട്ടു പോകും, ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാനുള്ള ധൈര്യമാണ് പ്രധാനം. അതെ, നമ്മളീ പറഞ്ഞതിന്റെ എല്ലാം കാതലിതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ശില്പി, അതിന്റെ ആർക്കിടെക്റ്റ് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ട കരിയർ പടുത്തുയർത്താനുള്ള അറിവും കഴിവും നേടാനുള്ള ആ ശക്തി അത് മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോ പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നിങ്ങളുടെ സ്വന്തം വേഗതയിൽ പഠിക്കാൻ പോകുന്ന ആ ഒരു പുതിയ സ്കിൽ ഏതായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ യാത്ര ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്.